ഹായ് ഓൾ, വെൽത്തിഫൈൻ്റെ ഫോറക്സ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ പാസ്റ്റ് വീക്സ് ആയിട്ടെല്ലാം ഗോൾഡ് നല്ലതായിട്ട് ബുള്ളിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഇപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിവേഴ്സൽ ഒന്നും തന്നിട്ടില്ല ഗോൾഡ്. സോ നമുക്ക് ഗോൾഡിലെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള സപ്പോർട്ടും അതുപോലെ റെസിസ്റ്റന്റും ഏതാണെന്ന് നോക്കാം. സോ ഈ ഒരു ലെവൽ ഏകദേശം 3200 എന്ന് പറയുന്ന റേഞ്ച്, ഈ ഒരു റേഞ്ച് ഒരു നല്ലൊരു സപ്പോർട്ടാണ് ഗോൾഡിന്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് വന്ന് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിക്ക് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് പറയാനുള്ളത് 3350 റേഞ്ചാണ്. ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ്. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഗോൾഡ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ലെവൽ ഇതും റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന ലെവൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത്. അപ്പൊ ഈ രണ്ട് ലെവൽസ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഗോൾഡ് സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ് തരുള്ളൂ. ഇനി നമുക്ക് യൂറോ USD നോക്കാം. സോ യൂറോ USDയുടെ വ്യൂ എന്ന് പറഞ്ഞ ബുള്ളിഷ് ആണ്. നമുക്ക് ഓൾറെഡി ഇവിടെ സ്ട്രക്ചർ നല്ല രീതിക്ക് ഷിഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു റേഞ്ചിലോട്ടേക്ക് മാർക്കറ്റ് കറക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ OTE ലെവലാണ്. ഇവിടെ താഴെ നമുക്ക് ഡിമാൻഡ് ലെവൽ ഉണ്ട്. അപ്പൊ ഇത് നല്ലൊരു സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു റേഞ്ചിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സ്മോൾ ടൈം ഫ്രെയിമിൽ ഒരു 15 മിനിറ്റ് ഒക്കെ തരുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മുകളിലോട്ടേക്ക് ഒരു എൻട്രി ഉണ്ട്. നമുക്ക് യൂറോ USDയിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി നോക്കാവുന്നതാണ്. സോ യൂറോ USDയുടെ കാര്യം പറയുകയാണെങ്കിൽ ബുള്ളിഷ് ആണ്. ഇനി നമുക്ക് GBP USD നോക്കാം. സോ GBP USD എൻ്റെ ഒരു വ്യൂവിൽ ബെയറിഷ് ആണ്. ഇനി റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആണ്. ഏകദേശം 192.893 എന്ന് പറഞ്ഞ ലെവലാണ് നമുക്ക് ഇനി മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി ഉള്ള ലെവല്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് താഴത്തോട്ടേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. അപ്പോ ഇപ്പൊ ഗോൾഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോഴും ബുള്ളിഷ് ആയിട്ട് നിൽക്കുകയാണ്. സോ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പ്രോബബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ റിവേഴ്സലായിട്ട് എന്തെങ്കിലും നമുക്ക് തരണം മാർക്കറ്റ്, എന്നാൽ മാത്രമാണ് നമുക്ക് താഴത്തോട്ടേക്ക് ഒക്കെ വ്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്തായാലും ബുള്ളിഷ് ആണ് നിലവിൽ. അതുപോലെ യൂറോ USDയുടെ കാര്യം പറയുകയാണെങ്കിൽ യൂറോ USD ബുള്ളിഷ് വ്യൂ ആണ്. GBP JPYയിൽ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് വ്യൂ ആണ്. അപ്പൊ ഇതാണ് ഈ ആഴ്ചത്തെ എൻ്റെ ഒരു വ്യൂ. ഇനി നമുക്ക് ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. എല്ലാ തവണയും ഞാൻ പറയാറുള്ള പോലെ ആ രീതിയിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.